ഇന്ന് ഞങ്ങൾ രാവിലെ പോകുന്നത് അബുദാബിയിലെ തന്നെ അതിമനോഹരമായ അൽവത്ബ എന്നൊരു ഉദ്യാനത്തിലേക്കാണ്. തലേ ദിവസം പറഞ്ഞുറപ്പിച്ച കൃത്യസമയത്തു തന്നെ നമ്മുടെ ഗൈഡ് മിസ്റ്റർ അനൂപ് തന്റെ വോൾക്സ് വാഗൻ കാറുമായി എത്തിയിരിക്കുന്നു. സുമുഖനായ ചെറുപ്പക്കാരൻ, സൗമ്യശീലൻ, ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം. ഞങ്ങൾ യാത്ര തിരിച്ചു. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ രാജ്യത്തുള്ള അദ്ദേഹം പലതും എനിക്ക് വിവരിച്ചു തന്നുകൊണ്ടിരുന്നു. ഇന്ന് അവിടേക്ക് ശാലേം ക്രൈസ്റ്റ് അംബാസഡേഴ്സ് എന്നൊരു സംഘടനയിലെ ചില ആളുകൾ അവിടെ ഉണ്ടാക്കുമെന്ന കാര്യം എന്നെ സന്തോഷവാനാക്കി. രണ്ട് സൈഡിലും ആകാശം മുട്ട നിൽക്കുന്ന മനോഹരമായ കെട്ടിടങ്ങൾ, ഓഫീസ് സമുച്ചയങ്ങൾ, പിന്നിട്ട് പിന്നെയും മുൻപോട്ട്. നേർവീതി എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതിനെ അന്വർത്ഥമാക്കുന്ന വിശാലമായ പാതയിലൂടെ കാർ അതിവേഗം പാഞ്ഞുകൊണ്ടിരുന്നു. എന്റെ തുടരെയുള്ള ചോദ്യങ്ങൾ മടുത്തിട്ടാണോ എന്നറിയില്ല, ഇടയ്ക്കും അദ്ദേഹം പാട്ടുകൾ മാറ്റി മാറ്റി കേൾക്കുന്നുണ്ടായിരുന്നു. വഴിയെ പോയ പണി ചോദിച്ചു വാങ്ങിയ അവസ്ഥയിൽ അദ്ദേഹം ആയിപ്പോയോ എന്ന് എനിക്ക് തോന്നി. ജോലിക്കിടയിലും സുവിശേഷ പ്രവർത്തനങ്ങളുമായി ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളും സഞ്ചരിക്കാറുള്ള ഇദ്ദേഹം ഇന്നത്തെ പ്രോഗ്രാമിന്റെയും ഒരു കോർഡിനേറ്ററാണ്. യാത്ര 1 മണിക്കൂറാകുമ്പോൾ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഉദയസൂര്യന്റെ പൊൻകിരണങ്ങൾ മനസ്സിനൊരു കുളിർമയുണ്ടാക്കി. നമ്മുടെ സൃഷ്ടാവ് എത്ര മനോഹരമായിട്ടാണ് ഈ പ്രപഞ്ചം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് ചിന്തിച്ചുപോയി. ഇത് അബുദാബി വഴികൾ. ഇവിടെ വെറും യാത്രയ്ക്കുള്ള പാതകളല്ല, ക്രമത്തിന്റെയും ശാസ്ത്രീയതയുടെയും ഒരു മാതൃകയാണ്. വൃത്തിയായി വരച്ച ലൈഡുകൾ, വിടവില്ലാതെ മുന്നോട്ടു പോകുന്ന ഗതാഗതം, അപകടങ്ങൾക്ക് ഇടം കൊടുക്കാതെ നിയമങ്ങൾ മനുഷ്യന്റെ സുരക്ഷയെ എത്ര ഗൗരവത്തോടെ കാണുന്നു എന്ന് ഈ റോഡുകൾ നമ്മോട് പറയുന്നുണ്ട്. മരുഭൂമിയുടെ നെഞ്ചിലൂടെ സുന്ദരമായി നീളുന്ന ഈ പാതകൾ അബുദാബിയുടെ വികസനത്തിന്റെ നിശബ്ദമായ സാക്ഷികളാണ്. ഗൂഗിൾ ഞങ്ങളെ ചൊവ്വയുള്ള വഴിയിൽ കൊണ്ടുപോകുന്നു എന്ന് വിചാരിച്ചെങ്കിലും റോഡിന്റെ പണി നടക്കുന്നതിനാൽ പലയിടത്തും വഴി മാറിപ്പോയി. അവസാനം ഞങ്ങൾ പാർക്കിന് മുൻപിലെത്തിയിരിക്കുന്നു. വിശാലമായ പാർക്കിംഗ് സൗകര്യം, അനവധി ഗേറ്റുകൾ. അബുദാബി സിറ്റിയുടെ ആർഭാടവും അമ്പരചുംബികളായ ആ കെട്ടിടങ്ങളെയൊക്കെ കണ്ടുമടുത്ത ശാലേം വിശ്വാസികൾക്ക് അൽ വദ്ബ എന്നത് കേവലം ഒരു പാർക്ക് മാത്രമല്ല, അതിലുപരി അവരുടെ കണ്ണുകളിൽ അതൊരു ഏദൻ തോട്ടം തന്നെയായിരുന്നു. സിറ്റിയിൽ നിന്നും ഏകദേശം 52 കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന പുൽമേടുകളും ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കണ്ട ഈന്തപ്പനകൾക്ക് സമാനമായ ഈന്തപ്പനകളും നിറഞ്ഞ മനോഹരമായ മൈതാനം. ചിലർക്ക് 23-ാം സങ്കീർത്തനത്തിലെ പച്ചയായ പുൽപ്പുറമാണ്. വിശുദ്ധ നാടു സന്ദർശനം പോലെ പല ദൈവസഭയുടെയും പ്രതിനിധികൾ നമുക്ക് മുമ്പേ അവിടെ മറ്റൊരിടത്ത് സ്ഥാനം പിടിച്ചിരിക്കുന്നു. അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ SCA എന്ന സംഘടനയിലെ പലരും അവിടെ എത്തിയിരുന്നു. ഇതിന് പലരും പല ദശകങ്ങളായി ഈ രാജ്യത്തു ജീവിച്ചു വരുന്നവരാണ്. പൂർവികരായി എത്തിയവരും വിസിറ്റ് വിസയിൽ എത്തിയവരും ഒക്കെ ഇക്കൂട്ടത്തിലുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് ഭൂരിഭാഗവും. ഇതിൽ നിന്നും നല്ലൊരു ശതമാനം ആളുകൾ വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് കുടിയേറിയത് കഴിഞ്ഞ 4 മുതൽ 5 വർഷങ്ങളിലായിട്ടാണ്. എങ്കിലും പലർക്കും പ്രാഥമിക വാഗ്ദത്ത ദേശം ഇവിടം തന്നെയാണ്. ഇതിൽ ചിലർ 2 ദിവസം മുൻപേ തന്നെ ഇവിടെ വന്ന് സ്ഥാനം പിടിച്ചവരാണ്. ഇവരുടെ മുഖം കണ്ടാൽ ഉടനെ ഒന്നും പോകാൻ താല്പര്യവുമുള്ള ലക്ഷണമൊന്നും. കുട്ടികളും ചട്ടികളുമായി ഒരു പെസഹ പുറപ്പാട് പോലെ തന്നെ. ജോലിയിൽ നിന്നും വീട്ടിൽ നിന്നും തൽക്കാലത്തേക്ക് പുറത്തിറങ്ങിയ സന്തോഷം, മനോഹരമായ വേഷവിധാനങ്ങൾ, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ. അപ്പോഴാണ് ഇക്കൂട്ടർ ഇൻഡോർ മീറ്റിംഗിൽ ലേറ്റായി എത്തിയാലും ഔട്ട്ഡോർ ഗാദറിംഗിന് അതിരാവിലെ എത്താറുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഈ അവസരത്തിൽ ഇവർ വിവിധ കലാരൂപങ്ങളും കായിക മത്സരങ്ങളും സംഘടിപ്പിക്കുന്നു. ശാലേം ചർച്ചിന്റെ ഗായക സംഘം പാട്ടുപാടുകയും തുടർന്ന് ദേവദാസൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇനി കാര്യപരിപാടിയിലേക്ക് കടക്കാം. ദൈവസഭയിലെ ആടുകളുടെ ശബ്ദം തിരിച്ചറിയുക എന്ന പ്രോഗ്രാമാണ് ആദ്യം. അതിനായി ആദ്യം തന്നെ ചില ആളുകൾ ചേർന്ന് ദൈവദാസനോട് കസേരയിൽ ഇരുത്തുകയും അദ്ദേഹത്തിന്റെ കണ്ണുകൾ മൂടിക്കെട്ടുകയും ചെയ്തു. ആടുകൾ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുന്നു എന്നാണ് തിരുവചനമെങ്കിലും ഇവിടെ നടന്നത് ഇടയൻ ആടുകളുടെ ശബ്ദം തിരിച്ചറിയുക എന്നതായിരുന്നു. കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്, പക്ഷെ ചെവികൾ മാത്രമല്ല, ഹൃദയവും ജാഗരൂകമാണ്. അനവധി കൂട്ടങ്ങളിൽ നിന്നു തന്റെ ആടിന്റെ ശബ്ദം ഇടയൻ വേർതിരിച്ചെടുക്കുന്നു. ദൈവസഭയിലെ ആടുകൾ നിരനിരയായി വന്നു നിന്നു. യാക്കോബിന്റെ ശബ്ദവും യെശാവിന്റെ ശരീരവുമുള്ള ചിലരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയെങ്കിലും ബാക്കി എല്ലാവരെയും തിരിച്ചറിയുവാൻ ദൈവദാസന് സാധിച്ചു. അവിടെ തന്നെ മറ്റൊരു കൂട്ടർ കൈനോക്കി ഭാവി പറയുന്ന പോലെ എന്തോ ഒന്ന് ചെയ്യുന്നു. തലയിൽ കൈവച്ചു പറയുന്ന പോലെയാണോ എന്നറിയാൻ ഞാൻ അവരുടെ അടുത്തേക്ക് നടന്നു. അമ്മമാരുടെ കണ്ണുകെട്ടി മക്കളെ തിരിച്ചറിയുന്ന മത്സരമാണത്. നേരിട്ട് കണ്ടാൽ മനസ്സിലാകാത്ത ഇവർ കണ്ണുകെട്ടിയാൽ എങ്ങനെ അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളും ക്യൂ നിൽക്കുന്നു. കണ്ടു നിൽക്കുന്നവർ പല കുട്ടികളെയും മാറി മാറി കൊടുക്കുന്നു. കയ്യിൽ തപ്പിയും നുള്ളിയും ഒക്കെ പരിശ്രമിക്കുന്നുണ്ട്. ചിലർ കുട്ടികളുടെ കയ്യിലെ പൾസ് നോക്കുന്നുമുണ്ട്. അതിശയിപ്പിക്കുന്ന തരത്തിൽ പലരും സ്വന്തം കുട്ടികളെ തിരിച്ചറിയാൻ കഴിയാത്തവരെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കുട്ടികളെ കാണാതെ പോയ കരടികളെന്ന സദൃശ്യവാക്യമാണ്. ഇതൊക്കെ എത്ര നിസ്സാരമെന്ന ഭാവത്തിൽ കണ്ടുനിന്ന അപ്പന്മാരും വന്നു കണ്ണുകെട്ടിയിരുന്നു. എങ്കിലും ആരെയും തിരിച്ചറിയാൻ കഴിയാതെ തോൽവി സമ്മതിച്ചു. ഇത് കണ്ടുനിന്ന ബാക്കി ചിലർ എവിടെയോ ഓടി ഒളിച്ചു.
ഇതിലുള്ളവരെ തന്നെ 2 ഗോത്രങ്ങളായി തിരിച്ച ശേഷം അവർ തമ്മിൽ മത്സരങ്ങൾ നടത്തുകയാണ് പതിവ്. ഒന്നാമതായി ഷിബി ഗോത്രവും രണ്ടാമത്തേത് ജോഷുവ ഗോത്രവും. സ്തോത്രകാഴ്ച സഞ്ചിയിൽ അപൂർവമായി വീണ 50 ദിർഹം നോട്ട് പോലെ ഒറ്റപ്പെട്ടതും വ്യത്യസ്തനുമായ ഒരു വ്യക്തിയെ കണ്ട് ക്യാമറ അവിടേക്ക് ചലിപ്പിച്ചു. മറ്റുള്ളവർ ഇതര കാര്യങ്ങളിൽ മുഴുകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പായിലിരുന്നു ബൈബിൾ സൂക്ഷ്മമായി വായിച്ചുകൊണ്ടിരിക്കുന്നു. ജോഷുവ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബൈബിൾ കോളേജിൽ ചേർന്നതിന്റെ ഉണർവാണെന്ന് കരുതി അദ്ദേഹത്തെ അഭിനന്ദിക്കാനായി അടുത്തു ചെന്നപ്പോഴാണ് അതും ഒരു മത്സരമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഒരാൾ ഒരു വാക്യം വായിക്കുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ആദ്യം എത്തിച്ചു കൊടുക്കുന്നവർക്കാണ് പോയിന്റ്. കയ്യിൽ കിട്ടുന്ന ഐറ്റമായി സെക്കൻഡുകൾക്കുള്ളിൽ എത്തുന്നു. ഞാൻ നോക്കുമ്പോൾ കണ്ട കാഴ്ച, പെസഹ നാളിൽ കർത്താവിനെ തോളിലേറ്റിയ കഴുതക്ക് വഴിയിൽ ചില്ലകൾ വിതറിയതുപോലെ ഒരു യുവാവ് ചില്ലകൾ ചാടിയൊടിക്കുന്നു. വളരെ നല്ലൊരു മത്സരം തന്നെയായിരുന്നു. വെള്ളത്തിന് പകരം ജ്യൂസ് എത്തിച്ചിട്ട് പോയിന്റ് ക്ലെയിം ചെയ്തത് തർക്കത്തിന് കാരണമായി. മീൻ ചോദിക്കുമ്പോൾ പാമ്പിനെ കൊടുക്കുന്ന രീതിയാണ് എന്ന് പറഞ്ഞു ബ്രദർ സഞ്ജു ആ പോയിന്റ് അസാധുവെക്കുന്നതാണ് പിന്നീട് കണ്ടത്. അടുത്തതായി നടന്നത് ഒരു ഗ്ലാസിനുള്ളിൽ കുറെ ചെറുതായ തെർമോകോൾ ബോൾസ് ഇടുന്നു. ഓരോ മത്സരാർത്ഥിക്കും ഒരു സ്ട്രോ നൽകും. കൈകൾ ഉപയോഗിക്കാതെ സ്ട്രോ ഉപയോഗിച്ച് വായുവിൽ വരി തെർമോകോൾ ബോൾ ഒട്ടിച്ചുയർത്തി അത് മറ്റൊരു ഒഴിഞ്ഞ ഗ്ലാസിലേക്കോ നിശ്ചിത സ്ഥലത്തേക്കോ മാറ്റണം. കോട്ടയം ഇച്ചായനും SCA സെക്രട്ടറിയും തമ്മിലുള്ള വാശിയേറിയ മത്സരം. അതിനുശേഷം കോന്നിയിൽ നിന്ന് അനീഷയും ആനപ്പുഴയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് ചേക്കേറിയ ഷിബിയും, കോട്ടയത്തിന്റെ മണ്ണിൽ നിന്നും സീജോയും, മലബാറിന്റെ തീരത്തു നിന്നും ജോഷുവയും കുട്ടികളും വാശിയോടെ മത്സരിച്ചു. അതീവ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അടുത്തേക്ക് ഞാൻ നടന്നു. പ്രായഭേദമില്ലാതെ എല്ലാവരും ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ മാക്സിമം വർക്ക് ചെയ്തവരാണ് വിജയ്. ചെയ്തത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രദർ സെഞ്ചു. അല്പം കർക്കശക്കാരനാണ് എന്ന് തോന്നുന്നു. എല്ലാം കൗണ്ട് ചെയ്ത് പോയിന്റ്സ് എല്ലാം തന്റെ ടാബിൽ നോട്ട് ചെയ്യുന്നു. കുട്ടികളൊക്കെ വളരെ ഉത്സാഹത്തോടും ഉന്മേഷത്തോടെയുമാണ് പങ്കെടുക്കുന്നത്. നമ്മുടെ ഗൈഡും കുടുംബവും വളരെ ആവേശത്തോടെ നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. വിട്ടുകൊടുക്കുവാൻ മനസ്സിലാതെ നമ്മുടെ നിത്യഹരിത നായകൻ മത്സരം ജയിച്ചുവെങ്കിലും വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എന്താകുമെന്ന ചിന്ത അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. എത്ര വേഗത്തിലും കൃത്യതയിലുമാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. ഇവർ സഭക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാണെന്ന് പറയാം. ഇവരുടെ ഭാഗ്യം എന്ന വണ്ണം അതിന് റെഫറിയായി വന്നത് പ്രഗത്ഭനായ ബ്രദർ സഞ്ജു USA തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഈ ഫീൽഡിൽ 10-40 വർഷത്തെ അനുഭവ പരിചയമുള്ളതായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ട്രോകൾ ഓരോന്നും അതീവ ശ്രദ്ധയോടെ എണ്ണിയെടുത്ത് ഗൈഡിനെ വിജയിയായി പ്രഖ്യാപിച്ചു. അടുത്തതായി ഞാൻ കണ്ട കാഴ്ച, കുറച്ചു വട്ടം കൂട്ടിയിട്ടിരിക്കുന്ന കസേരകൾക്ക് ചുറ്റുമായി ഓടിക്കൊണ്ടിരിക്കുന്ന കുറച്ചു കുഞ്ഞുകുട്ടികൾ. അവിടെ മറ്റൊരാൾ ഫോണിൽ പാട്ട് കേൾപ്പിക്കുന്നു. പാട്ട് നിർത്തുമ്പോഴുള്ള കസേരകളിൽ ഇടിക്കാൻ അവർ തിരക്ക് കൂട്ടുന്നു. അവസാനം ഒരു കസേരയ്ക്ക് വേണ്ടി 2 കുട്ടികൾ ഓടുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, 2 പേരെ വിജയായി പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും അതാ ചില കൊച്ചുകുട്ടികളുടെ മനസ്സുള്ള ചില സഹോദരിമാർ ഞങ്ങളുമുണ്ട് ഈ കളിക്കെന്ന് പറഞ്ഞു വരുന്നു. അപ്പോൾ തന്നെ ഗാലറിയിൽ കുറച്ചു മാറി 3 പേര് ഗൗരവമായി കസേരകളി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. തന്റെ കോളേജിൽ കസേര ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്നും കസേര കൊണ്ടുപോകാൻ വേണ്ടി തിരുവനന്തപുരത്തു നിന്നും വന്ന ഒരു കുട്ടിയെയും ആ കൂട്ടത്തിൽ കണ്ടു. അടുത്തതായി കണ്ടത് കസേര കളിയിൽ പ്രാവീണ്യം തെളിയിച്ച ഒരു കൂട്ടം സഹോദരിമാരുടെ മത്സരമായിരുന്നു. അതുകൊണ്ട് അവരാരും തന്നെ കസേര വിട്ടുകൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല. അടുത്തതായി സഹോദരിമാരുടെ ഫൈനൽ മത്സരമാണ് നടന്നത്. ഞാനിത് അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞു ഒരു സഹോദരി കസേരയിൽ ഇടിപ്പുറപ്പിച്ചു. അതിനുശേഷം തങ്ങൾ ഒട്ടും മോശക്കാരല്ല എന്ന് തെളിയിക്കുന്നതിനു വേണ്ടി സഹോദരന്മാർ കടന്നു വന്നു. ഓരോരുത്തരായി പുറത്തു പോകുന്നു. അപ്പോൾ അതാ ഒരു സഹോദരൻ കസേരയുമായി ഊഞ്ഞാലാടാൻ ശ്രമിക്കുന്നു. ഞാൻ തന്നെ വിജയിക്കുമെന്നുള്ള ഉറപ്പോടെ ഒരു കള്ളച്ചിരിയോടെ SCA സെക്രട്ടറി ഒരു കസേരയിൽ ഇരിക്കുന്നത് കണ്ടു. എന്നാൽ തൊട്ടടുത്ത നിമിഷം അദ്ദേഹവും ഔട്ടായി പുറത്തു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അത്രയും കണ്ടപ്പോൾ നമ്മുടെ ഗൈഡിനും കസേര കളിക്കുവാനൊരു ആഗ്രഹം. അദ്ദേഹം ചില സഹോദരന്മാരെയും കൂട്ടിക്കൊണ്ട് തന്റെ ഉഗാണ്ടൻ ശൈലിയിലുള്ള നൃത്ത ചുവടുകളുമായി ആ കസേരയുടെ പുറകെ ഓടുവാൻ തുടങ്ങി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ക്രൈസ്തവ സംഗമത്തിന്റെ ആവേശകരമായ വേദിക്കരികെയാണ്. കൺമുന്നിൽ നടക്കുന്നത് ശരിക്കും ഒരു കായിക മാമാങ്കം തന്നെയാണെന്ന് തോന്നിപ്പോകും. അതാ ഒരു ഉത്സാഹപൂർണമായ മത്സരം. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ഞാൻ ആദ്യമായാണ് കാണുന്നത്. ഈ കളിയുടെ പേരോ ഇതിന്റെ നിയമങ്ങളോ എന്തിന് ഇതിന്റെ സംഘാടകർക്ക് പോലും ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ കൗതുകം. 2 ടീമുകൾ നേർക്കുനേർ നിൽക്കുന്നു. അവർക്കിടയിലായി ഏതോ മരത്തിന്റെ ചില്ല പോലെ തോന്നിക്കുന്ന ഒരു വസ്തു മണ്ണിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ
സ്റ്റേഡിയത്തിൽ നിശബ്ദത നിറയുന്നു. പെട്ടെന്നാണ് റഫറിയുടെ വിസിൽ മുഴങ്ങുന്നത്. ഗോത്രവീര്യത്തെ അനുസ്മരിപ്പിക്കുന്ന പോരാട്ടം. വിസിൽ കേൾക്കേണ്ട താമസം രണ്ട് വശത്തു നിന്നും കളിക്കാർ കുതിച്ചു വരികയാണ്. ലക്ഷ്യം ഒന്നു മാത്രം, ആ മരച്ചില്ല കൈക്കലാക്കുക. എതിരാളിയെ കണ്ണുരുട്ടി പേടിപ്പിച്ചും തന്ത്രപരമായി കബളിപ്പിച്ചും ആ ചില്ലയുമായി തിരികെ ഓടാൻ ഓരോരുത്തരും ശ്രമിക്കുന്നു. കണ്ടു നിൽക്കുമ്പോൾ ഏതോ ആഫ്രിക്കൻ ഗോത്രവർഗക്കാരുടെ പുരാതനമായ ഒരു കായിക വിനോദം പോലെ എനിക്ക് തോന്നിപ്പോയി. മത്സരത്തിന്റെ ഓരോ നിമിഷവും അങ്ങേയറ്റം ആവേശം നിറഞ്ഞതാണ്. ഇതിൽ ശ്രദ്ധേയമായ മറ്റൊരു കാഴ്ചയുണ്ട്. പലരും ജയിക്കാൻ വേണ്ടി ഓടിയും മുട്ടിലിഴഞ്ഞും മുന്നേറുന്നു. മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ആവേശത്തിലാണ്. കൂട്ടത്തിൽ നമ്മുടെ സഹോദരിമാരും ഒട്ടും പിന്നിലല്ല. ഒന്നാം സ്ഥാനത്തിന് വേണ്ടി അവരും കടുത്ത പോരാട്ടത്തിൽ തന്നെയാണ്. ഇതൊരു വെറും കളിയല്ല, ആത്മീയമായ ഒരു ഒത്തുചേരലിനിടയിൽ ലഭിക്കുന്ന ശുദ്ധമായ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. കാഴ്ചയിൽ ഇതൊരു ആഫ്രിക്കൻ ഗോത്രവർഗ കളി പോലെ തോന്നിക്കും. ഓരോരുത്തരും പുറത്തെടുക്കുന്ന തന്ത്രങ്ങൾ അത്രമേൽ വൈവിധ്യമുള്ളതാണ്. എതിരാളിയെ കണ്ണുരുട്ടി പേടിപ്പിച്ചും ബുദ്ധിപൂർവ്വം കബളിപ്പിച്ചും ആ ചില്ല സ്വന്തമാക്കാൻ നോക്കുന്നവർ, ആവേശത്തിലോടിയും ചിലപ്പോൾ ലക്ഷ്യം കാണാൻ വേണ്ടി മുട്ടിലിഴഞ്ഞും നീങ്ങുന്ന സഹോദരിമാർ. അതിരാവിലെ മുതൽ ആരംഭിച്ച പ്രയത്നങ്ങളും ആവേശകരമായ മത്സരങ്ങളും മുന്നോട്ടു പോകുന്നതിനിടയിൽ ഉച്ചഭക്ഷണത്തിന്റെ സമയമായെന്ന അറിയിപ്പ് വന്നു. പാർക്കിലായതുകൊണ്ടാകാം സമയം പോയതും ക്ഷീണവും വിശപ്പും ഒന്നും കാര്യമായി അനുഭവപ്പെട്ടില്ല. കുട്ടികളടക്കം എല്ലാവരും ക്ഷീണിക്കാതെ ഓടുകയും തളരാതെ നടക്കുകയും ചെയ്യുന്നത് കണ്ടാൽ ഇവരുടെ മീറ്റിംഗുകളെല്ലാം പാർക്കിലായിരുന്നാൽ നല്ലതായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഭക്ഷണം തയ്യാറായിരിക്കുന്നു. ഇത്തവണ നമ്മുടെ മുന്നിലെത്തിയത് ഗംഭീരമായ ചിക്കൻ ബിരിയാണിയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ വീട്ടിലുണ്ടാക്കിയ ചോറും നാടൻ കറികളുടെയും സ്വാദ് നൊസ്റ്റാൾജിയായി മനസ്സിൽ നിൽക്കുമ്പോഴും അൽവത്ബയിലെ ഈ ചിക്കൻ ബിരിയാണിയും പായസവും എല്ലാവരും ഒരേ മനസ്സോടെ ആസ്വദിച്ചു. ഈ ബിരിയാണിയുടെ ഓരോ തരിയിലും നമ്മുടെ ഒത്തുകൂടലിന്റെ സന്തോഷം നിറഞ്ഞു നിന്നു. ആ മധുരമേറിയ പായസം കൂടി അകത്താക്കിയപ്പോൾ പഴയ ആ വിഭവങ്ങളുടെ കുറവ് ബ്രദേഴ്സ് പതുക്കെ മറന്നു തുടങ്ങി. വടംവലിയുടെ ഒരു മാരക വേർഷനാണ് നാം ഇവിടെ കാണുന്നത്. ഇന്നത്തെ ഫൈനൽ ഗെയിം എന്ന് പറയുന്നത് വടംവലിയാണ്. അതിന്റെ പ്രാരംഭമായി ചിലർ പ്രാക്ടീസ് നടത്തുന്നു, ചെറിയ മത്സരങ്ങൾ നടത്തി നോക്കുന്നു. SCA എന്ന സംഘടനയുടെ നേതാവാണ് ഈ ചെറുപ്പക്കാരൻ. ഇദ്ദേഹം ഫിറ്റ്നസ് ചെക്ക് ചെയ്ത് ആരെയും വലിച്ചിടാമെന്ന് ഉറപ്പുവരുത്തുന്നു. അല്പം പോലും പുറകോട്ടില്ലെന്ന തീരുമാനത്തിലാണ് ഈ സിസ്റ്ററും. വടം പൊട്ടുമോ എന്ന് തോന്നിയതുകൊണ്ടാകണം എല്ലാ മത്സരത്തിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ആ സിസ്റ്റർ മത്സരം പെട്ടെന്ന് അവസാനിപ്പിച്ചതെന്ന് തോന്നുന്നു. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇതെല്ലാം കണ്ട് കിടിപോയിരിക്കുന്ന ഫെബീൻ എന്ന ഈ വ്യക്തി തഗ് ഓഫ് വാർ എന്താണെന്ന് കൗതുകത്തോടെ നോക്കിച്ചിരിക്കുന്നു. വലിച്ചോണ്ട് പോടാ, അതില് വലിച്ചോണ്ട് പോടാ, പിടിക്കടാ, പിടിക്കടാ, പിടിക്കടാ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ശക്തിയും ക്യൂട്ട്നെസ്സും തമ്മിലുള്ള മഹായുദ്ധം. ഒരു വശത്ത് ചെറിയ കാലുകൾ, വലിയ ധൈര്യം, ഞങ്ങൾ ജയിക്കുമെന്നുറപ്പുള്ള കുഞ്ഞുകുട്ടികളുടെ ടീം. മറ്റൊരു വശത്ത് ഒരു കൈകൊണ്ട് അരിചാക്കുയർത്തുന്ന, രണ്ട് കൈകൊണ്ട് വടം പൊട്ടിക്കാൻ ശേഷിയുള്ള നമ്മുടെ സ്ട്രോങ് മണി. അബുദാബിയിലെ അൽവത്ബ പാർക്കിൽ ചരിത്രം വഴിമാറുകയായിരുന്നു. തുടക്കം അതിമനോഹരമായിരുന്നു. സ്പൂണിൽ നാരങ്ങയുമായി അതീവ ശ്രദ്ധയോടെ നീങ്ങുന്ന കുരുന്നുകൾ. സഭയുടെ ഭാവി സുരക്ഷിതമാണെന്ന് ആ ദൃശ്യങ്ങൾ എന്നെ തോന്നിപ്പിച്ചു. പിന്നീട് അവിടേക്ക് മുതിർന്ന ബ്രദേഴ്സും ഇറങ്ങി. നാരങ്ങ താഴെ വീഴാതെ നോക്കാൻ പണിപ്പെടുന്ന ബ്രദേഴ്സിനെ കണ്ടപ്പോൾ സഭയിലെ വലിയ ഉത്തരവാദിത്തങ്ങൾ ചുമരിലേറ്റുന്ന ഇവർ ഒരു ചെറിയ നാരങ്ങയ്ക്ക് മുന്നിൽ ഇത്രയധികം വിയർക്കുമെന്ന് ഞാൻ കരുതിയില്ല. കുന്നംകുളം ഷിൻഡോ, കോട്ടയം സിജോ, സുബിൻ, തിരുവനന്തപുരം അഖിൽ എന്നിവരുടെ വാശിയേറിയ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാ മത്സരത്തിന് തുടക്കം. ലേഡീസ് ലെമൺ റേസ് ആരംഭിച്ചു കഴിഞ്ഞു. സ്പൂണുകളിൽ ലെമൺ ബാലൻസ് ചെയ്ത് അതീവ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുന്ന മത്സരാർത്ഥികൾ. ആവനാഴിയുടെ അമ്പുകൾ പോലെ ഒന്ന് തീരുമ്പോൾ മറ്റൊന്നായി പുതിയ പുതിയ പ്രോഗ്രാമുകൾ വന്നുകൊണ്ടേയിരുന്നു. ഓട്ടം മത്സരത്തിൽ നിൽക്കുന്നത് പോലെ 4 സഹോദരന്മാർ നിരനിരയായി നിൽക്കുന്നു. ആ നിൽക്കുന്നവരുടെ കയ്യിൽ 2 വെള്ള പേപ്പറും കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് പ്രോഗ്രാം എന്ന് ചോദിച്ചപ്പോൾ ഗൈഡ് പറഞ്ഞു തന്നത്, അവരുടെ കയ്യിലിരിക്കുന്ന പേപ്പറുകൾ താഴെയിട്ടിട്ട് ഒരു കാനെടുത്ത് അതിൽ വയ്ക്കുക, ശേഷം വീണ്ടും ആ പേപ്പർ എടുത്ത് മുമ്പോട്ട് വെച്ചതിന് ശേഷം അടുത്ത കാലത്ത് വയ്ക്കുക. അവരുടെ കയ്യിലിരിക്കുന്ന പേപ്പറിൽ മാത്രം ചവിട്ടി അവരത് ഫിനിഷ് ചെയ്യുക. വളരെ രസകരമുള്ള പരിപാടിയായിരുന്നു. ചിലർ തവള ചാടുന്നത് പോലെ ചാടിപ്പോകുന്നത് കണ്ടു. ചിലരുടെ ചാട്ടം കണ്ടിട്ട് വീട്ടിലിവർക്ക് ഇതാണോ പണിയെന്ന് തോന്നിപ്പോകുന്നു.
പുരുഷന്മാർക്ക് പിന്നാലെ ഈ A4 പേപ്പർ പരീക്ഷണം സിസ്റ്റേഴ്സിനായി ആരംഭിച്ച് ഓരോ ചുവടും അളന്നു തൂക്കി വെക്കേണ്ട ഈ മത്സരത്തിൽ തന്ത്രപരമായ ഒരു നീക്കത്തിലൂടെ സിസ്റ്റർ അനു എല്ലാവരെയും ഞെട്ടിച്ച് മറ്റുള്ളവർ പേപ്പർ വിരിച്ച് പതുക്കെ നീങ്ങിയപ്പോൾ അനുവിന്റെ രീതി മറ്റൊന്നായിരുന്നു. നിലത്ത് കാൽ തൊടാതെ ആ 2 പേപ്പർ കഷ്ണങ്ങളിൽ മാറി മാറി ചവിട്ടി അനു ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒരു അസാമാന്യ കുതിപ്പ് തന്നെ നടത്തി. ആ ചാട്ടം കണ്ടപ്പോൾ അൽവത്ബ പാർക്ക് ഒരു നിമിഷം സ്തംഭിച്ചുപോയി. നേരത്തെ വടംവലിയിൽ നിന്ന് പിന്മാറിയ ആ പഴയ അനുവല്ല, ഇതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് അതീവ വേഗതയിൽ അനു വിജയകിരീടം ചൂടി. ആ ആത്മവീര്യം അവിടെ കൂടിയിരുന്നവർക്ക് ഒരു വലിയ പാഠമായിരുന്നു. ഇതാ കായിക പ്രേമികൾ കാത്തിരുന്ന ആവേശകരമായ നിമിഷം. പ്രാക്കിലിതാ കൊച്ചുമിടുക്കന്മാർ അണിനിരന്നു കഴിഞ്ഞു. എന്നാൽ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. എന്നാൽ ഇവിടെ അഡോണും ഡിവൈനും ഫിനിഷിംഗ് ലൈൻ കണ്ട മട്ടില്ല. അവരാ പാർക്കിന്റെ അതിരുകൾ ഭേദിച്ച് മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. ഇതാ ട്രാക്ക് ഉടരുകയാണ്. ആവേശത്തിന്റെ സെക്കൻഡുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ നമ്മൾ തയ്യാറെടുക്കുന്നു. വീടിന്റെ അകത്തളങ്ങളിൽ നിന്നും ജോലി തിരക്കുകളിൽ നിന്നും മാറി ട്രാക്കിലെ കായിക താരങ്ങളായി ഇതാ നമ്മുടെ പ്രിയപ്പെട്ടവർ അണിനിരക്കുന്നു. ഒരേ ചോരയും ഒരേ വീര്യവും. മൈതാനത്ത് ഇന്ന് സഹോദരങ്ങൾ നേർക്കുനേർ പോരാടുകയാണ്. നാടൻ പഴംപൊരി ചായ, നാടൻ പഴംപൊരി ചായ, ചായ, നാടൻ പഴംപൊരി ചായ, നാടൻ പഴംപൊരി ചായ. എല്ലാവരും തയ്യാറാണോ? ഇതാ പുരുഷന്മാരുടെ വടംവലി മത്സരം തുടങ്ങാൻ പോകുന്നു. ഇരുവശത്തും ശക്തരായ ടീമുകൾ, കൈകളിൽ പിടിവാശി, മുഖങ്ങളിൽ ഉറച്ച ആത്മവിശ്വാസം. ക്യാപ്റ്റന്മാർ അവസാന നിർദ്ദേശങ്ങൾ നൽകുന്നു. റഫറി വിസിൽ മുഴക്കി. വലി തുടങ്ങി. ഓഹോ, ഇരുവശവും ഒരുപോലെ ശക്തി പ്രയോഗിക്കുന്നു. വടം നടുവിൽ തന്നെ. 1 ഇഞ്ച് പോലും ഇളക്കമില്ല. വലതുവശത്തെ ടീം ഒരുമിച്ച് വീഴുന്നു, വീണ്ടും വീഴുന്നു, വീണിടത്ത് കിടന്നു ഉരുളുന്നു. രണ്ടാമത്തെ വലിക്ക് തയ്യാറെടുക്കുന്നു. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ സർവശക്തിയും സംഭരിച്ച് അവർ ആഞ്ഞു വലിക്കുന്നു. ഇതാ ചുവന്ന നട അതിർവരമ്പുകൾ കടക്കുന്നു. വീണ്ടും തോൽവി. അവിടെ തീർന്നില്ല. സ്വന്തം സഹോദരങ്ങളുമായി വടം പിടിച്ച് എനർജി കളഞ്ഞ നമ്മുടെ വീരന്മാർ ഒടുവിൽ പാകിസ്ഥാൻ ടീമിന് മുൻപിൽ വടവുമായി അണിനിരുന്നു. ഇതാ സ്നേഹത്തിന്റെ വടം മുറുക്കിക്കൊണ്ട് അതിർത്തികൾക്കപ്പുറമുള്ള 2 സുഹൃത്തുക്കൾ മൈതാനത്ത് അണിനിരക്കുന്നു. ഒരു വശത്ത് നമ്മുടെ ചുണക്കുട്ടികൾ. ഇത് പകയുടെ പോരാട്ടമല്ല, ഇത് സൗഹൃദത്തിന്റെ കരുത്തളക്കുന്ന വേദി. അതെ, മത്സരം ആരംഭിച്ചിരിക്കുന്നു. വടത്തിന്റെ ഇരുതലപ്പുകളിലും ഇതാ ആവേശത്തിന്റെ തിരമാലകൾ. നമ്മൾ ജയിക്കും കാരണം നമ്മൾ വിശ്വാസികളാണ് എന്നായിരുന്നു ലൈൻ. പക്ഷെ വടമൊന്ന് മുറുകിയപ്പോൾ നമ്മുടെ ബ്രദേഴ്സിന്റെ അവസ്ഥ മിസ്രയീമിലെ അടിമകളെക്കാൾ കഷ്ടമായിരുന്നു. ഒടുവിൽ വടവും പോയി, മാനം പോയി. സമ്മാന വിതരണം പിന്നീട് ഒരു ദിവസം ഉണ്ടാകുമെന്ന് അനൗൺസ്മെന്റ്. സമ്മാനം പ്രതീക്ഷിച്ചു നിന്ന കുട്ടികൾക്ക് നിരാശയുണ്ടാക്കിയെന്നും ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു എന്നും കുട്ടികൾ അഭിപ്രായപ്പെട്ടു. ഈ തീരുമാനം നടുക്കവും ഉത്കണ്ഠയും ഉണ്ടാക്കിയെന്നും അഡോണും ഡിവൈനും പ്രതികരിച്ച്. വിജയപ്രഖ്യാപനത്തിന് ശേഷം വിജയിച്ച ടീമിന്റെ ഗംഭീരമായ ആഘോഷം. പ്രാചീന ഗോത്രഭാഷയിൽ അവർ എന്തൊക്കെയോ പറയുകയും ആർപ്പിടുകയും പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. പ്രമുഖ പാസ്റ്ററുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്നു. 1 വർഷത്തെ പരിശീലനത്തിനും കാത്തിരിപ്പിനും സമാപ്തി.
അങ്ങനെ ആവേശകരമായ ഒരു പകലിന് ഇവിടെ തിരശീല വീടുകയാണ്. മൈതാനത്തെ ആവേശവും ആർപ്പുവിളികളും ഇപ്പോൾ ശാന്തമാകുന്നു. വടംവലിയിലെ കരുത്തും ഓട്ടമത്സരത്തിലെ വേഗതയുമെല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നമ്മൾ മടങ്ങാൻ തയ്യാറെടുക്കുന്നു. ഇതാ പാർക്കിന്റെ ചപ്പിൽ നിന്ന് കളിച്ചിരികൾ ബാക്കി വെച്ച് ഓരോരുത്തരായി വീട്ടിലേക്ക് മടങ്ങുമ്പോഴുള്ള ഈ യാത്രയിൽ വിജയത്തിന്റെ മധുരമുണ്ട്, പൊരുതി തോറ്റതിന്റെ ആവേശമുണ്ട്, അതിലേറെ നല്ല സൗഹൃദങ്ങളുടെ ഓർമ്മകളുണ്ട്. പങ്കെടുത്ത എല്ലാവർക്കും, വിജയികൾക്കും, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. യാത്രയാകുമ്പോൾ ശ്രദ്ധിക്കുക, സുരക്ഷിതമായി വാഹനങ്ങൾ ഓടിക്കുക. ഈ പാർക്കിലെ സന്തോഷം നിങ്ങളുടെ വീടുകളിലേക്കും പടരട്ടെ. വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ശുഭയാത്ര. ഗുഡ് ബൈ.